നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. രണ്ട് റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിലേക്കുള്ളതാണ്. ബിടെക്, ME, MTech, MCA, MSc അങ്ങനെയുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് TCS ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 11.5 lakh പെർ ആനം വരെ പ്രതിഫലമുള്ള റിക്രൂട്ട്മെന്റുകളാണ്. അപ്പം ഈ ഒരു അവസരം ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസരം, അതും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയിലേക്കുള്ള ഒരു അവസരമാണ്. ഈ രണ്ട് അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 2025 പാസ് ഔട്ട് ആണ്, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് വരെയുള്ള അവസരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായിട്ട് PG പഠിക്കുന്നതിനുള്ള, അതും മികച്ച അവസരങ്ങളുള്ള ജർമ്മനിയിൽ സൗജന്യമായിട്ട് PG പഠിക്കുന്നതിനുള്ള ഒരവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇംഗ്ലീഷ് മീഡിയത്തിൽ, ജർമ്മൻ ഒന്നും പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ സൗജന്യമായിട്ട് PG പഠിക്കുന്നതിനുള്ള അവസരമാണ് ഇവിടെ നൽകുന്നത്. ഇങ്ങനെ ജർമ്മനിയിലെയൊക്കെ പ്രമുഖമായിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഒരു 70% മാർക്ക് വേണം. എന്നാൽ ഇപ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 28 വരെ 55% മാർക്കുള്ളവർക്കും ജർമ്മനിയിൽ സൗജന്യമായിട്ട് PG പഠിക്കുവാൻ അവസരം. അത് എല്ലാ ഡിഗ്രിക്കാർക്കും ഈ 55% മാർക്ക് മതി എന്നല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന ചില ഡിഗ്രികൾ, ഉദാഹരണത്തിന് ബിടെക്, അതിൽ തന്നെ മെക്കാനിക്കൽ, സിവില്, ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ BSc ഫിസിക്സ്, BSc ജിയോളജി കഴിഞ്ഞവർക്ക്, അല്ലെ BA ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞവർക്ക്, ചില കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് കഴിഞ്ഞവർക്കും ഒക്കെ 55% ഉണ്ടെങ്കിലും ഈ ഫെബ്രുവരി 28 മുമ്പായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ജർമ്മനിയിൽ സൗജന്യമായിട്ട് PG പഠിക്കുവാനായിട്ട് കഴിയും. ഈ ഒരു അവസരം എന്നെ അറിയിച്ചത് ഈ മേഖലയിലെ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. ഈ മറ്റ് ഡിഗ്രിക്കാർക്ക് ഒക്കെ 70% മാർക്ക് വേണം, ഇത്രയും പറഞ്ഞ ഡിഗ്രിക്കാർക്ക് 55% ഉണ്ടെങ്കിലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓർക്കുക, ഇത് ഈ ജർമ്മൻ പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണ്. തൊഴിൽ അവസരങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ ലഭ്യമാകില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ചുരുങ്ങിയ കാലത്തേക്ക് IELTS-ഉം APS-ഉം ഒന്നും ഇപ്പം ആവശ്യമില്ലാതെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ജർമ്മനിയിൽ സൗജന്യമായിട്ട് പഠിക്കുവാനുള്ള അവസരമാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നു. ആദ്യം ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള പാർട്ട് ടൈം തൊഴിൽ അവസരം ഒന്ന് സൂചിപ്പിക്കാം. ഈ അവസരം ലഭ്യമായിരിക്കുന്ന മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ്. മേക്ക് മൈ ട്രിപ്പ് ഒരുപക്ഷെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. ഇന്ത്യയിലെ തന്നെ ഈ ഓൺലൈൻ ട്രാവൽ ബുക്കിംഗിൽ ഒരു നമ്പർ 1 കമ്പനിയാണ്. അവരുടെ കമ്പനിയിൽ വരുന്ന മറ്റ് കമ്പനികളാണ് റെഡ് ബസ്, അതേപോലെ ഗോ, ഇബീബോ പോലെയുള്ള കമ്പനികൾ. അപ്പം ഈ ഇബീബോ ഗ്രൂപ്പിൽ ഉള്ള മേക്ക് മൈ ട്രിപ്പിലേക്കാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോം അവസരമുള്ളത്. ഈ ഒരു അവസരം അതിൻ്റെ ഹോളിഡേ എക്സ്പേർട്ട് എന്നുള്ള അവസരത്താണ് ഇവർ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു പാർട്ട് ടൈം ജോബ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന അവസരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മേക്ക് മൈ ട്രിപ്പിന് വേണ്ടി ഹോളിഡേ എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ജോലിയുടെ ഒരു സ്വഭാവം. അപ്പം ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ട്രാവൽ മേഖലയിൽ അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റോളുകളിൽ ജോലി ചെയ്തവരെയാണ് പ്രിഫറൻസ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ലിറ്ററസി കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കാണണം, ലോക്കൽ ലാംഗ്വേജും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളത്തിലും ഫ്ലുവൻസി കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ സെൻട്രിക് മൈൻഡ് സെറ്റും ഉണ്ടായിരിക്കണം. അപ്പം മിനിമം ഡിഗ്രിയുള്ള, ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലുള്ള, അത്യാവശ്യം ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയാവുന്നവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും. വർക്ക് ഫ്രം ഹോം അറ്റ് യുവർ ഓൺ പേസ്, നോ ഫിക്സഡ് അവേഴ്സ്, പ്രത്യേകിച്ച് ഒരു വർക്ക് ടൈമിംഗ് ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഒരു 100% ഇൻസെൻറ്റീവ് ബേസ്ഡ് പേ ഔട്ട് മോഡൽ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവരെ എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഒക്കെ നമുക്ക് നൽകും ഈ ഹോളിഡേ എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ടീം ലീഡേഴ്സിൻ്റെ ഒക്കെ ഗൈഡൻസ് ഒക്കെ ലഭ്യമാകും. ഓൾറെഡി ഏതാണ്ട് 2000+ വുമൺ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഡുവൽ സിം ഫോൺ വേണമെന്നും ലാപ്ടോപ്പ് വിത്ത് വിൻഡോസ്
10 എങ്കിലും മിനിമം കാണണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ലാപ്ടോപ്പും ഡുവൽ സിം ഫോണും കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് റോൾ ഇസ് ഓപ്പൺ ഓൺലി ഫോർ വുമൺ കാൻഡിഡേറ്റ്സ്. ഫീമെയിൽ പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരമുള്ളത്. ഇനി എങ്ങനെയായിരിക്കും ഈ മേക്ക് മൈ ട്രിപ്പിലെ വേക്കൻസിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം ലഭ്യമാകും. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് ഇതിന് അപ്ലൈ ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഈ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ അവസരം, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, TCSൽ ലഭ്യമായിരിക്കുന്ന ഒരു വലിയ റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCSൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. TCSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇത് അറിയപ്പെടുന്നത് TCS NQT എന്ന പേരിലാണ്, അതായത് നാഷണൽ ക്വാളിഫയർ ടെസ്റ്റ്. ഇത് ഓൾ ഇന്ത്യ ബേസിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആർക്കും ഇവർ പറയുന്ന എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിന് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. NQT ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും നടക്കാറുണ്ട്. ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. പ്രത്യേകിച്ച് പണമൊന്നും ഇതിന് നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ഒരു പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അപ്പോൾ ഇവിടേക്ക് വന്നാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. TCS എഞ്ചിനീയറിംഗ് ഫ്രഷർ ഹയറിംഗ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നോർത്ത് BE BTechകാർക്ക് മാത്രമല്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇതാ നോക്കുക, 23-ാം തീയതി ഞായറാഴ്ച, അതായത് മാർച്ച് 23 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അതിനു മുമ്പ് മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച തൊട്ട് തന്നെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, മാർച്ച് 23 വരെ ഉണ്ടല്ലോ എന്നോർത്ത് നിങ്ങൾ ഇത് പിന്നത്തേന് വെക്കല്ലേ. കാരണം ഇതിന്റെ ടെസ്റ്റ് സെന്റേഴ്സ് ആദ്യാദ്യം അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും അലോട്ട് ചെയ്ത് കിട്ടുക. ദൂരത്തെ താമസിച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൂരത്തുള്ള ടെസ്റ്റ് സെന്റേഴ്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് അപ്പം അപ്ലൈ ചെയ്യാനായിട്ട്, വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 പൊസിഷനുകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 11.5 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ആർക്കായിരിക്കും ഇത് എലിജിബിൾ ആവുക? നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BE അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ME MTech, അതല്ലെങ്കിൽ MCAക്കാർക്ക്, അതുപോലെ MSc MS-കാർക്ക്. അപ്പോൾ MSc MS, MCA, ME MTech, BE BTech ഇത്രയും കോഴ്സ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നവർക്കല്ല, 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക്. അപ്പം ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ തരുന്നവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനുണ്ട് അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ബാക്കി നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. എലിജിബിലിറ്റി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. BE BTech, ME MTech, MCA, MSc MS അങ്ങനെയുള്ളവർക്കാണ്. 2025-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കാണ്. ഇതിൻ്റെ ഒരു അക്കാഡമിക് അഗ്രിഗേറ്റ് സൂചിപ്പിക്കുന്നത് മിനിമം 60% മാർക്ക് 10th ഓൺവേർഡ്സ്, 10th-ലും 12th-ലും ഡിഗ്രിക്കും PG ആണെങ്കിൽ PGക്കും ഒക്കെ മിനിമം 60% മാർക്ക് റിസൾട്ട് വന്നവരെ കിട്ടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിസൾട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് എഴുതാൻ പറ്റണം. അതായത് 60% മാർക്കുള്ളവരായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. നോ പെൻഡിങ് അരിയേഴ്സ് or backlogs will be permitted at the time of appearing for selection process. അതായത് ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് തുടങ്ങുന്ന ഡേറ്റ് പറഞ്ഞു, ആ സമയത്തേക്ക് നിങ്ങൾക്ക് അരിയേഴ്സ് ബാക്ക്ലോഗ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവർ സൂചിപ്പിക്കുന്നു ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം ഡിഗ്രിക്കൊക്കെ പഠിച്ചത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 10th-ലും 12th-ലും ഒക്കെ NIOS ഓപ്പൺ സ്കൂളിംഗ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ് ടു 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും മാക്സിമം അപ് ടു 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാം. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി ആ ഹയറിംഗ് കാറ്റഗറിയും കൂടെ ഞാൻ ഒന്ന് വിശദമാക്കാം. 3 കാറ്റഗറിയിലേക്കാണ് ഇവരെ ഹയർ ചെയ്യുക. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത് പ്രൈം കാറ്റഗറിയിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും PGക്കാർക്ക് 11.5 lakh പെർ ആനം വരെ CTC ഉള്ള അവസരമാണ്. അതായത് ഏകദേശം 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ് പ്രൈം കാറ്റഗറി. അത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 9 lakh പെർ ആനം വരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൈം കാറ്റഗറിയിൽ നിങ്ങൾ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ടഫസ്റ്റ്. അത് കിട്ടുവാണെങ്കിൽ കോംപ്ലക്സ് പ്രൊജക്റ്റ്, അഡ്വാൻസ് ടെക്നോളജീസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ്. ഇവിടെ 7.3 lakh പെർ ആനം വരെ PGക്കാർക്കും ഡിഗ്രിക്കാർക്ക് 7 lakh പെർ ആനം വരെ പ്രതിഫലമുള്ള അവസരങ്ങളാണ്. അപ്പോൾ ആ ഒരു ജോലിയുടെ ഒക്കെ ഒരു സ്വഭാവം ഇവരിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്, സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിലൊക്കെ ആയിരിക്കും ഭാഗഭാക്കാക്കേണ്ടതായിട്ട് വരിക. ഇനി നിഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3ാമത്തെ ലെവലുണ്ട്. ഇവിടെ ശമ്പളം പൊതുവെ കുറവാണ്. PGക്കാർക്ക് 3.53-യും UGക്കാർക്ക് 3.36 lakh പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലായിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം 3 കാറ്റഗറിയിലേക്കാണ് TCS ഹയർ ചെയ്യുന്നത്. ഏറ്റവും ഹയർ കാറ്റഗറിയായ പ്രൈമിൽ നിങ്ങൾക്ക് 11.5
ലാഖ് പെർ ആനം വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇനി എങ്ങനെയായിരിക്കും ഹയറിംഗ് നടക്കുക? ഇതിനാദ്യം ഒരു ടെസ്റ്റ് ആയിരിക്കും. ആ ടെസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് TCS അയൺ സെന്റേഴ്സ് ആണ്. മിക്കവാറും എല്ലാ ജില്ലകളിലും അയൺ സെന്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ആദ്യം ചെയ്യുന്നവർക്കായിരിക്കും വീടിനടുത്തൊക്കെയുള്ള അയൺ സെന്റേഴ്സ് കിട്ടുക. അവിടെ വെച്ചായിരിക്കും ടെസ്റ്റ് നടക്കുക. 2 സെഷൻ കാണും. ഫൗണ്ടേഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. അതിൽ ഡിജിറ്റലും പ്രൈമ ലെവലിലേക്ക് പോകുന്നവരെ അഡ്വാൻസും മാൻഡേറ്ററി ആയിട്ട് എടുക്കണം. ഇനി എനിക്ക് ആദ്യത്തെ ഡിജിറ്റലും പ്രൈമും വേണ്ട, നിഞ്ഞ മാത്രം ലെവൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ മാത്രം എടുത്താലും മതിയാകും. ടെസ്റ്റിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഓരോ കാറ്റഗറിയിലേക്ക് നിങ്ങളെ ക്വാളിഫൈ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പാർട്ട് എയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി. പാർട്ട് ബി എടുക്കുന്നവരാണെങ്കിൽ അവിടെ അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് എബിലിറ്റിയും അഡ്വാൻസ് കോഡിങ്ങും ആയിരിക്കും ഉണ്ടാവുക എന്നും സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ FAQയിൽ വന്ന് നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ അതും അവർ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ ഞാൻ പിന്നാലെ ഒന്ന് കാണിക്കുക. അവിടെ പോയി കഴിഞ്ഞിട്ട് അപ്ലൈ, അവിടെ ഒരു കാറ്റഗറി ചോദിക്കുകയാണെങ്കിൽ IT എന്ന കാറ്റഗറി ആയിരിക്കണം ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ള അടുത്ത് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാനായിട്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് വരുവാണെങ്കിൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ടു മെനി യൂസേഴ്സ് ലോഗ്ഡ് കറൻ്റ്ലി എന്നാണ്. നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അല്പം കഴിയുമ്പോൾ അതിൻ്റെ തിരക്ക് മാറുമ്പോൾ ഇവിടെ കാറ്റഗറി ചോദിക്കും. IT എടുക്കുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓർക്കുക, ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജർമ്മൻ പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗജന്യമായി പഠിക്കാനുള്ള അവസരവും മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.